ഡബിൾ ഓക്കെ, ഞാൻ ഇരിക്കുന്ന ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡബിൾ ഓക്കെ. അപ്പം ഇന്നലെ ഇവരെന്നെ കൂട്ടാൻ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാട്ടോ ഇവർ വന്നത്. 1 മണിക്കൂർ എന്നെ അവിടെ നിർത്തി. 2 മണിക്കൂർ ഞങ്ങൾ കറങ്ങി. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വന്ന് എത്തി. പക്ഷെ എനിക്കൊരു സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവർ പൊട്ടിച്ചു നോക്കി കേട്ടോ. വിസിറ്റ് വിസ എന്ന് കണ്ടപ്പോഴത്തേന് എയർപോർട്ടിൽ എല്ലാ സാധനവും ഒരു കത്തിയും കൊണ്ട് ചേച്ചി വന്നിട്ട് എല്ലാം മുറിച്ചു നോക്കി. ആ, പാക്കറ്റ് പൊട്ടിച്ചു നോക്കും. ആ, കറിയാന്ന് ഞാൻ പറയുന്നത് ലിക്വിഡാ അല്ല ഇങ്ങനെ കറിയാ അങ്ങനെയുള്ള രീതി സംസാരിച്ചപ്പോൾ അവർ അത് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് ചേന വെച്ചിട്ട് ചോദിച്ചു. എനിക്ക് ചേനയുടെ ഇംഗ്ലീഷ് കിട്ടുന്നില്ല പെട്ടെന്ന്, ഞാൻ വിട്ടുപോയില്ലേ. ഞാൻ പറഞ്ഞു വെജിറ്റബിൾ ആണെന്ന്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, അത് അവർക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാ. ഇപ്പൊ കൂടുതലും ഈ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ ഇടനില എടുത്തിട്ടേ അത് കഞ്ചാവാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇരുന്ന് അപ്പുറത്ത് വേറെ ചേട്ടനെ ആ കഞ്ചാവിന്റെ പോലെ തന്നെ വേറെ ഇലയിൽ പിടിച്ചിട്ട് വരുന്നു. പുള്ളി എന്താ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനിയിലും വർക്ക് ചെയ്യണം. അപ്പൊ അതിനുള്ള ഇലയാ കറക്റ്റ് കഞ്ചാവിന്റെ ഇല പോലെ. പറയാൻ പറ്റത്തില്ല, ആരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരിക്കും അല്ലേ. കാനബീസ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ ഞാൻ പുറത്തിറങ്ങി നിന്നപ്പം ഒരു പുള്ളിക്കാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ ചേച്ചി നിൽക്കുന്നിടത്ത് കൊണ്ടുവിടാൻ വരുന്നു എന്ന് ചോദിച്ചു എന്നോട്. അന്നപ്പോൾ എനിക്കൊരു പേടിയായി കേട്ടോ. ഒരറബി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ടാക്സി മാത്രമേ വരുള്ളൂ, അല്ലാത്ത വണ്ടി വരില്ല, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അപ്പുറത്ത് പാർക്കിങ്ങിലോട്ട് ക്രോസ് ചെയ്ത് നോക്കണം, അവർ വന്നതിന് ശേഷം എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല നീ വാ, നിന്നെ ചേച്ചി എടുക്കുക കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പം മോന് മറ്റേ ഇത് ഓർമ്മ വന്നു, എന്ത് ആടുജീവിതം ഓർമ്മ വന്നു. ഒരിക്കലും നീ അബുദാബിയിൽ അങ്ങനെ വന്നിട്ട് നിനക്ക് ഒരിക്കലും അപ്പൊ എനിക്ക് ആടുജീവിതം ഓർമ്മ വന്നു. അല്ല, അറബി ആ വേഷം ഇട്ടോണ്ടാണെന്ന് വൈറ്റും അത് അവിടെ സെർച്ചിങ്ങിന് വേണ്ടി നിക്കണ ആൾക്കാർ. നിന്നെ അവര് നേരത്തെ തൊട്ട് വാച്ചിങ്ങിലാണ്. സെക്യൂരിറ്റി ഇല്ലേ, എയർപോർട്ടിലൊക്കെ സെക്യൂരിറ്റി വേഷത്തിലൊക്കെ നിൽക്കുന്നത് അബായൊക്കെ ഇട്ട് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവര് മറ്റേ കന്തൂറ കേട്ടോ, അബായല്ല കന്തൂറ, അബായ പെൺപിള്ളാരിരുന്നത്. അപ്പം അത് കേട്ടിട്ടാണ് അവര് തന്നെ നിക്കുന്നത്. അതായത് അവിടെ നോക്കാനുള്ള ആൾക്കാർ തന്നെ. അപ്പൊ അവര് നിന്നെ ശ്രദ്ധിച്ചു കാണും, നീ കൊറേ നേരമായില്ലേ നിക്കുന്നേ, അതാണ് നിന്നോട് ചോദിച്ചത്, മനസ്സിലായോ. അപ്പം ചേച്ചി ഒരു 10 മെസ്സേജ്, എവിടാ നീ വരുന്നില്ലേ, എത്താറായില്ലേ. പക്ഷെ നിനക്ക് അന്നേരം ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. അന്നേരം നീ പറഞ്ഞാൽ മതിയായിരുന്നു, ഇതുപോലെ ഒരാൾ വന്ന് പറഞ്ഞു ടാക്സി ആണ് ഇവിടെ വന്നത്, അപ്പുറത്താണ് ഈ പാർക്കിംഗ് എന്നുള്ള പുള്ളി പറഞ്ഞാൽ മതിയായിരുന്നു. അന്നേരം നിന്റെ അവിടുന്ന് ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഞാനപ്പോ ചേച്ചിയോട് ചോദിച്ചു പാർക്കിങ്ങിലോട്ട് ഞാൻ നടന്നു നിക്കട്ടെ എന്നാ. അപ്പൊ ഇവള് നീ വഴി തെറ്റി പോകണ്ടല്ലോ, അവിടെ നിക്കുന്നിടത്ത് തന്നെ നിക്കാൻ പറഞ്ഞോട്. അയ്യോ, ഞാൻ ചോദിച്ചില്ലേ നിന്റെ അടുക്കെ വണ്ടി പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ടോ, ആൾക്കാരെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ പ്രൈവറ്റ് വണ്ടി വരുന്നില്ല. പക്ഷെ ഇനി പറഞ്ഞ ഏതായാലും നമ്മൾ ആ കാര്യം പഠിച്ചില്ല, അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇവിടെ മറ്റേ വയനാട് ചുരത്തിലൊക്കെ കാണുന്ന പോലെ ഹെയർ പിൻ കണക്കിന് ഇതിങ്ങനെ കറങ്ങി എനിക്ക് ഒരു 3 കറക്കം കഴിഞ്ഞപ്പോ എനിക്ക് തല ഇറങ്ങി. അപ്പൊ ഞാൻ സേഫായിട്ട് വന്നു, ഇവരൊന്ന് പിക്ക് ചെയ്തു. വന്ന വൈകി ഞങ്ങളൊരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ക്ഷീണമായിരുന്നു, വന്ന് പെട്ടിയൊക്കെ വെച്ചു, കിടന്നുറങ്ങി. ലേറ്റ് ആയിട്ടല്ലോ. ആ ഞാൻ പറട്ടെ, ഞാൻ പെട്ടി വെച്ചിട്ട് കുളിക്കാൻ പോയ തക്കം നോക്കി ഒരാളിവിടെ ചിക്കൻ കറി എടുത്ത് ചൂടാക്കി കേട്ടോ. ധൃതിയായിരുന്നു. ചിക്കൻ കറി ചൂടാക്കി, വരാല് വറുത്തത് ചൂടാക്കി. ഞങ്ങള് മീൻസ് നമ്മുടെ കറി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി, ചീത്തയിൽ പോകുന്ന എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി സെറ്റ് ചെയ്ത് രാത്രി 3 മണിക്ക് ഞങ്ങൾ ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടൊക്കെ കിടന്നത് കേട്ടോ. പപ്പയാണേലും മൂവാറ്റുപുഴന്നാണേലും വിളിച്ച് പറയണ്ടത് കേട്ടോ, അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ. എന്നാ വെച്ചാൽ സാധനം നമ്മൾ യൂട്യൂബർമാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ അങ്ങനെയുള്ള വീഡിയോസിനോട് വെച്ചിരുന്ന ഈ സാധനം വലിച്ചു പോകും. നേരത്തെ എങ്ങനെയാണെന്നറിയോ, ഞാൻ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന പെട്ടി 3 ദിവസമായാലും മോനും പൊട്ടിക്കാൻ സമ്മതിക്കത്തില്ല, വീഡിയോ എടുക്കാനായിട്ട്. അപ്പം നമ്മള് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കറക്റ്റ് എല്ലാ സാധനങ്ങളും എടുത്തു. പിന്നെ ഒരാളിന് ജോലിക്ക് പോലും പോയില്ല കേട്ടോ, കിടന്നുറങ്ങി, ഇന്നലത്തെ ക്ഷീണം കാരണം. അപ്പൊ നമുക്കിനി കുറച്ച് സാധനങ്ങളുണ്ട് പെട്ടിന്ന് എടുത്തു വെക്കാൻ വേണ്ടി. അപ്പം ഇന്ന് രാവിലെ കപ്പ, നല്ല പപ്പ കട്ടപ്പനന്ന് കപ്പ മേടിച്ചിട്ട് വിട്ടിട്ട് പപ്പ ആ കപ്പ അളയും ചിക്കനും ഇട്ട് കുഴച്ച് തന്നു കേട്ടോ. സൂപ്പർ സാധനം.
ചിക്കൻ കറി അടിപൊളിയായിരുന്നു വറുത്തരച്ച്. അല്ലേ? ചിക്കൻ അടിപൊളിയായിരുന്നു. ചിക്കൻ അടിപൊളിയായിരുന്നു. വരാൽ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാന്താരിയൊക്കെ ഇട്ട് അമ്മ വറ്റിച്ച് വറുത്ത് സെറ്റാക്കി വിട്ട്. ഇവരെ ഉറങ്ങി എണ്ണീറ്റിന്റെ ഒരു അരമണിക്കൂർ സംതിങ് ആയുള്ളൂ കേട്ടോ. രണ്ടുപേരും കണ്ണൊക്കെ ഇടിമിച്ചിരിക്കുന്നു, കുഞ്ഞു കണ്ണ രണ്ടുപേരെ. ഞങ്ങള് രണ്ടുപേരും രാവിലത്തെ കപ്പ കഴിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ക്ഷീണമായി, പിന്നെയും കിടന്നുറങ്ങി. അപ്പം ഞാനും അലീനും കൂടെ മെല്ലെ മെല്ലെ എടുത്തു തരാം ഓരോ സാധനങ്ങളെ. ഇതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഇത്രയോ സാധനങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഓണക്കോടിയാ, അതിപ്പോഴേ തരികയല്ലോ, അത് മാറ്റി വെച്ചു. അത് ഓണത്തിന്റെ 2 ദിവസം മുമ്പേ തരുള്ളൂ. ഇപ്പൊ തരുവായിരുന്നെങ്കിൽ വല്ല ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട്. ഇത് പൊട്ടി നോക്കി, ഇതെന്നാ ശർക്കര വരട്ടി, ഓണത്തിന്റെ കേട്ടോ. ശർക്കര വരട്ടി, വൻപയർ. അയ്യോ രാധമയ്ക്ക് ഇത് പൊട്ടല്ലേ പൊട്ടല്ലേ എന്നുള്ള പറച്ചിലായിരുന്നു. മീൻചട്ടി. ഇതമ്മ മയക്കിയതാ, എന്നാലും ഫുൾ എണ്ണ തേച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ആക്കണം പറഞ്ഞു. പപ്പ ഇങ്ങനെ കൊട്ടി നോക്കിയായിരുന്നു എടുത്തിട്ട് കടയിൽ നിന്ന്. കൊട്ടും പൊട്ടലുണ്ടെങ്കിൽ വിണ്ടു വരുന്ന പറഞ്ഞേ. അമ്മയും പപ്പയും കൊണ്ട് തന്നെ അന്ന് കൊണ്ട് തന്നെ ചട്ടിയില്ലേ, അതെനിക്കുണ്ട്. പിന്നെ ഇപ്പോഴും ഉണ്ടോ? അതെന്താ അങ്ങനെ കുത്തി നോക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണ അല്ലാന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും, സൗണ്ട് മാറും. ഞാന് മറ്റേ അന്ന് കൊണ്ടുവന്ന് ചട്ടി ഇച്ചിരി വിണ്ടിരിക്കുക. പക്ഷെ അവര് തന്നെ കറിയും കാര്യങ്ങളും ഒക്കെ വെക്കുന്നേ. ഞാൻ ഈ കൂടുതലും വറുത്തരച്ചൊക്കെ വെക്കുന്നതേ അവത്തില്ല, മീൻ മുളകിന്. അയ്യോ പാവം ഉണ്ട് കേട്ടോ. 5 കിലോയുടെ ചേന കട്ട് ചെയ്ത് 2.5 കിലോ. ഞാൻ പോട്ടെ, ആ പാടെ 3000 മൊത്തം 10 കിലോ സാധനമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ 5 കിലോ ചേന മാത്രം. ഞാനുണ്ടല്ലോ ഈ ചേന കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 4 വർഷമായിട്ടുണ്ട്. കാരണം ചെല്ലുന്ന സമയത്തൊന്നും സീസൺ അല്ല. ശരിയാ, ഞാൻ ചെല്ലുന്ന സമയത്തൊന്നും സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ലായിരുന്നു ഉണക്കമീൻ. പക്ഷെ ആ മൊത്തം ചേനയും കൊണ്ടുവരുമായിരുന്നു, നല്ലായിരുന്നു കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടമായി. നമ്മളുടെ 3 കിലോ ഒഴിവാക്കിയപ്പം നമുക്ക് ബാക്കി കുറെ സാധനം കൊണ്ട് വെക്കാൻ പറ്റി. ഇത് ഇവിടെ നിന്ന് മോൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് എന്നപ്പാ കുറിച്ചിയുണ്ട്, മുള്ളം കുറിച്ചി. അത് കുറിച്ചിയുണ്ട്, മറ്റേ ഇതുണ്ട്, സ്രാവുണ്ട്. ഹായ്. പിന്നെ അതെന്തുവാ? ഇവിടെ മുട്ടിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴമ്പ്. അതൊക്കെ അവര് പൊട്ടിച്ചു നോക്കിയത് നെല്ലിക്ക. കണ്ടായിരുന്നില്ല അവർക്ക് നെല്ലിക്കാന്ന്. ഇതുണ്ടോ ഇഞ്ചി കട്ട് ചെയ്ത് നോക്കിയവര്. ചുക്ക് ഇവിടെ കട്ട് ചെയ്തോ? ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുപയറ് ഇരിക്കട്ടെ, ചുക്കാപ്പി മഴക്കാലത്ത് പനി കഴിക്കാൻ. ഇത് കട്ട് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞത് ഗരം മസാലയാണ്. ഗരം മസാല നല്ല. അത് മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള സാധനമൊക്കെ. മല്ലിപ്പൊടി ഉണ്ട് കൂടെ. ഇത് പപ്പാടെ അമ്മയുടെ സ്പെഷ്യൽ സാധനം കേട്ടോ. മറ്റേ അല്ല, കായ പൊടിച്ചത്. അതിന് പേരൊക്കെ ഞാൻ മറന്നുപോയി. കരിങ്കതളി. ഇത് മറ്റേ പതിമുഖം ദാശമിനി. കാന്താരിമുളക് സെറ്റ്. കാന്താരിയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് ഓൾറെഡി നോക്കി കേട്ടോ. ഇതെന്താ? ഇത് കട്ട് ചെയ്തില്ല കേട്ടോ. അതെന്തുവായിരുന്നു? ഇത് കറിവേപ്പില. കറിവേപ്പില അല്ലേ? കറിവേപ്പില കടലാസിലായിരുന്നു പൊതിയുണ്ട്. അത് കറിവേപ്പില. പേപ്പറിൽ പൊതിയ. എന്നാ പപ്പാടെ ബോംബ് ഏറുപടക്കം അരിയുണ്ട. പുളിമുട്ടായിക്ക് ഇവിടെ ഉണ്ട്, എടുത്തു തരാം. ഇതിന് ഒച്ച വെക്കുന്നേ. വാഷിംഗ് മെഷീൻ. ചേച്ചിക്ക് കൊടുക്കുന്ന അളിയും ചാടി മേടിക്കും. അതില് പുളിമുട്ടായി ആദ്യം പിടിച്ചു നോക്കിക്കേ. നല്ല ടേസ്റ്റാ സാധനം. അളിന് പുളിയും മധുരമൊക്കെ ഇഷ്ടം കൂടുതലാ. അതൊക്കെ അപ്പം തന്നെ തീർന്നാ? ഫ്രിഡ്ജിലാണ്. കൊല്ലപ്പം, കൊല്ലപ്പം, ചിപ്സ്,
കാവർത്തൊക്കെ ഓണത്തിനുള്ള കേട്ടോ. ഇത് ലാസ്റ്റ് ഇല്ലേ ഞങ്ങളെല്ലാം തൂക്കിയില്ലേ, ചേന 2 കിലോ മുറിച്ച് തൂക്കി കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോ 1 കിലോ വെയിറ്റും കൂടെ വേണം. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്താൽ 3 കിലോ ചേന കൊണ്ടുവരാന്ന് വെച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ് വേണ്ട, 1 കിലോ കാ തരാമെന്ന്. അങ്ങനെ ഒന്നാണ് കായ. ഇപ്പൊ വെക്കുവാണെങ്കിൽ ഓണത്തിന് നല്ല പഴം ഈ പഴം കഴിക്കാം, പഴുക്കും ഇത് അപ്പൊ തന്നെ. ഈ 2 വാങ്ങിന്ന് കവറൊന്ന് കളയാവോ? അയ്യോ അതെന്റെ മരുന്ന് കേട്ടോ, നിങ്ങൾക്കുള്ളല്ല, എന്റെ മൗത്ത് അൾസറിന്റെ ഓയിൽമെന്റ് അല്ലേ. അതെടുത്ത് ഉണക്കപ്പ. പിന്നെ ഇത് രാധമ്മയുടെ ഐറ്റം കേട്ടോ, രാധമ്മ ചേച്ചിക്ക് വേണ്ടി തന്നുവിട്ടാ. പിന്നെ ഇതെന്താ? ഇത് ചേമ്പ്. ഇത് ചേമ്പും വിത്ത്. ഓണത്തിനുള്ള എല്ലാ സാധനമായി ചേമ്പും വിത്ത്. ഇത് പച്ചരി ഉഴുന്നു. പച്ചരി ഉഴുന്നു. കഴിഞ്ഞല്ലേ? ആ അപ്പം ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നു നോക്ക. എന്നൊക്കെ ഉള്ള അതിനകത്ത്? അയ്യോ ഇത് പപ്പായ ഒരാഴ്ച മുമ്പ് ധൃതി വെച്ച് വറുത്ത കേട്ടോ, ചക്ക വറുത്തേ. കപ്പ വറുത്തത്. അതെന്തുവാ ഇത് മറ്റേ ഉണക്കപ്പ എണ്ണക്കത്ത് ഉണങ്ങിയത്. ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് വന്നാ ഉണക്കച്ചെമ്മീനോ? അതാ ഒട്ടിയാണ് പറയുന്നത്, മൂവാറ്റുപുഴ എന്നുള്ളതാണ്. വീണ്ടും ചക്ക വറുത്തത്. കടല. വീണ്ടും കാവറുത്തത്. ഇത്രയോ സാധനങ്ങള് വന്നു. ബോംബെ മിക്സർ. അതെ, ഒന്നും മേടിക്കണ്ട, ഓണം വരെ കുശാലാണ്. ഓക്കെ കഴിഞ്ഞില്ലേ? ഇതൊന്നും നോക്കട്ടെ കേട്ടോ, ഒന്നുകൂടെ. ഇല്ല ഇനി ഒന്നുമില്ല. അപ്പൊ ഇത്രയോ സാധനങ്ങൾ, 30 കിലോ സാധനങ്ങൾ ഉണ്ടെന്ന് കറക്റ്റ് നമ്മളെ. അപ്പൊ എല്ലാം ഇവര് പറഞ്ഞ അനുസരിച്ചാണ്. അത് കവറാവുന്നു. എന്താ അച്ചാറ്? വെച്ചില്ലെന്ന് പറഞ്ഞേ. ഞാൻ പറ്റാളിയാ ആ ബാഗിലൂടെ തന്നെ പറക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എടുക്കുന്ന അനുസരിച്ച് തീർന്നു. ഞാൻ പോകാറാമത്തിന് ഏകദേശം തീരും. ഒറ്റ ആ നല്ല വീടൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഏരിയ ഇഷ്ടപ്പെട്ട, മേക്കപ്പ് ഏരിയ. മീനൊക്കെ ഉണ്ട്. പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ പ്ലാന്റ് ഹരമായുണ്ട്. എനിക്ക് ചെടി കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ആകർഷണമാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. പിന്നെ പാലൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു ചേച്ചിക്ക്. ഞങ്ങൾ പെട്ടിയെ കണ്ടു. ഞങ്ങൾ മഞ്ഞ റിബണൊക്കെ കെട്ടിയ കൊണ്ടുവന്നു. അതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ ഈ റിബൺ കെട്ടി. അതിനാ എന്തേലും അടയാളം വെച്ചേക്കുവാണെന്നൊക്കെ ഓർത്തിട്ടേ നോട്ടീസ് ചെയ്ത് വെക്കരുത്. അതായത് നിന്റെ ഈ നമ്പറിനകത്ത് അവര് പറയും ഇത് ഇവിടുന്ന് വരുന്നവരാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ചെയ്ത് വിടും. അന്നേരം കുഴപ്പമില്ല. നോട്ടീസ് ചെയ്താലും ഒന്നും പെട്ടി തുറന്നു കാണിക്കുന്ന പോലെയല്ലേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് കിട്ടും സാധനം. പെട്ടി തുറക്കല് ചെറിയ പരിപാടിയല്ല, നല്ല പരിപാടിയാ. ഈ പെട്ടിയുള്ളവർക്ക് പ്രശ്നമില്ല. മറ്റേ ഇതില്ലേ കാർഡ്ബോർഡ്, അത് കെട്ടി വന്നവർക്ക് നല്ല പണിയാ. കുത്തി തുറന്ന് വീണ്ടും തിരിച്ചു കെട്ടാന്ന് വെച്ചാൽ നടക്കുന്നത്. ഒട്ടിക്കാന്ന് പറ്റില്ല. കുട്ടി പിടിച്ചേക്ക് വലിച്ചു കെട്ടണേ. അപ്പം ചായ കുടിക്കാൻ പോയാലോ? ചായ കുടിക്കാൻ പോകാം നമുക്ക്. അമ്മേനെയൊക്കെ വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ടാല് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, എന്തൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞോണോ? ഇല്ല, ഇനി ഞങ്ങൾക്ക് കറി ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ടുണ്ട് അല്ലേ? ബാക്കി ഇരിക്കുന്നുണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ? സൂപ്പർ കറിയായിരുന്നു. ചിക്കൻ അടിപൊളിയാണ്. ഇനി അടുത്തത് മുയലിറച്ചി നോക്കാനുണ്ട്. പിന്നെ മൂവാറ്റൂര് നമ്പിയമ്മ എന്തോ കൊടുത്തിട്ടുണ്ട്, അത് എന്നാന്ന് അറിയത്തില്ല. നോക്കണം അല്ലേ? കറി കൊടുത്തിട്ടുണ്ട്. നോൺ വെജ് ഐറ്റംസ് എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചേക്കുവാണ്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ഇന്നലെ തൊട്ട് മീന് ചിക്കനും കൂടെ അല്ലേ. രാവിലെ കപ്പയെ ചിക്കൻ കറിയും കൂടെ കഴിച്ചിട്ടുണ്ടല്ലോ. 4-5 മണിക്കൂറാ ഉറങ്ങിയത്. കുറച്ചു ഞാനെന്താ ചെയ്തപ്പോ അല്ലേ കിറങ്ങി അടിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുമായിരുന്നു. ഞാൻ തവി തിരിച്ചു കോരി തിരിച്ചു പിടിച്ച് ചിക്കൻ കോരണം. അയ്യോ ഒരു മുന്തി തന്നെ കോഴിയാണ്. ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ തന്നെ പൊടിച്ചിട്ടിട്ടാണോ പപ്പ ചിക്കൻ കറി വെച്ച്. ഉറങ്ങി മടുക്കുവാണ്. അതെ
അപ്പൊ അളിയന്റെ വണ്ടി പല ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ്. അപ്പം നമ്മള് ആദ്യം ഞാൻ ദുബായ് വന്നപ്പോഴാണല്ലോ, അത് കഴിഞ്ഞ് പപ്പായും അമ്മയെ നാട്ടിൽ ദുബായ് വന്നപ്പോഴാണല്ലോ നമ്മള് നമ്മുടെ വീഡിയോ കാണുന്ന പല ടൈപ്പ് വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. പ്രാഡോയില് കയറി, പിന്നെ സഞ്ചരിച്ചാണ് ഒരു വലിയ വില കൂടിയ വണ്ടി വന്നപ്പോ അതേ കയറി, ചാർജേച്ചിയുടെ കൂടെ പോയി നമ്മളെ. അങ്ങനെ കുറെ നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരുടെ കൂടെ പോകേണ്ടത് നമുക്ക്. പിന്നെ ഊബർ വിളിച്ച് പല വണ്ടിയിലും കയറി പോയി. പിന്നെ പല ടൈപ്പുള്ള വണ്ടി കണ്ടു. അത് നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ല, ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എന്നുവെച്ചാ ടാക്സി കുറെ വട്ടം വിളിച്ചിട്ട് പോയി. നമുക്ക് ദൂരത്തോട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മറ്റേ മിറാക്കിൾ ഗാർഡനിലൊക്കെ പോയപ്പം മറ്റേ ബസ്സും ടാക്സിയും മെട്രോയും മാറി കേറി പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക്സിൽ പോയി ഓർക്കുന്നുണ്ടോ എത്ര ദൂരം നമ്മൾ മെട്രോയിൽ പോയിട്ടാ. ലവ് ലേക്കില് ഇവിടെ നമ്മള് ഡോൾഫിനൊക്കെ ചാടുന്ന അത് മെട്രോ അടുത്താ, ക്രീക്ക് പാർക്കില്. നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അന്ന് തൊട്ടൊരു ആഗ്രഹം സ്വന്തമായിട്ടൊരു വണ്ടി വേണം. ഞാൻ ചേച്ചിയോട് പലപ്പോഴും പറഞ്ഞു, എടി നീ പെർമനന്റ് ആയി കഴിയുമ്പോഴേ ഇവർക്ക് ശമ്പളമൊക്കെ കിട്ടി കഴിയുമ്പോ ലൈസൻസ് ഒക്കെ എടുത്തൊരു വണ്ടിക്ക് എടുക്കുന്നത് പറയണം. ഏതായാലും ഇവിടെ കല്യാണം കഴിച്ച ആളീന് ഇവിടെ ജോലി കാറ് വണ്ടിയൊക്കെ കൊണ്ട് നമുക്ക് സുഖിച്ചു പോവാം. അതെ, ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നമ്മുടെ ഏതോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പോർട്സ് മോഡലേ. ഇത് മിസ്റ്റർ ബുഷ് ലാൻസർ, നല്ലൊരു സ്പോർട്സ് കാറിന്റെ ലുക്കാണ്. ഞങ്ങൾക്ക് മാറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ചിലപ്പോ മാറുമായിരിക്കും. ഇതിന്റെ കളർ ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ പാസിങ്ങിന്റെ ടൈമിലേ നമുക്കിവിടെ നമ്മുടെ അവിടുത്തെ ടെസ്റ്റിങ് പോലെയാണ് ഇവിടെ പാസിങ്. അപ്പം ഫെബ്രുവരിയിലാണ് പാസിങ് വരിക. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നറിയാം, ഇതിൻ്റെ മണ്ടയിൽ ബ്ലാക്ക് ആയിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ എന്നിട്ട് കളറ് മാറണ്ടെന്ന് പറഞ്ഞു വിട്ട്. കളറ് മാറാതെ ചെന്നപ്പോൾ അവർ റിജക്റ്റ് അടിച്ചിട്ട് പറഞ്ഞു, ഈ വണ്ടിയുടെ ഒറിജിനൽ, അതായത് ഇറക്കിയ കളറിൽ തന്നെ ചെല്ലണം. അപ്പോൾ പറഞ്ഞു പെയിൻ്റ് അടിച്ച് മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. അതാ പ്രശ്നം. നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വർഷം പാസിങ്ങിന് പോകുമ്പോൾ വണ്ടി എങ്ങനെയാണോ ഇറങ്ങിയ അങ്ങനെ വേണം ചെല്ലാൻ. എല്ലാ വർഷവും പാസിംഗ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ തിരിച്ച് ബ്ലാക്ക് അടിക്കാതിരുന്നത്. ചില വണ്ടികള് ഇപ്പൊ നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ഓട്ടോ 2 വർഷം കൂടുമ്പോഴാണ്, ചില വണ്ടികൾ 5 വർഷം കൂടുമ്പോഴാണ്. ഇവിടെ അങ്ങനല്ല, ഇവിടെ എല്ലാ വർഷവും പാസിങ്, ഇയർലി പാസിങ്. അപ്പോൾ അവരെല്ലാം നോക്കൂലോ. അതുപോലെ ഫൈനൊക്കെ വാരി കൂട്ടുന്നുണ്ട് ഞങ്ങൾ. എല്ലാ വർഷം പാസിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അടയ്ക്കണം. എന്നും ഫോട്ടോയും പിടിച്ചോണ്ട് വരൂടാ. എന്നും എൻ്റെ ഇപ്പം നേരത്തെ ഞാൻ ദുബായിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വരുമല്ലോ വീക്കെൻഡിൽ. എന്നിട്ട് തിരിച്ചു പോകുമ്പം 140 നിന്നുള്ള റോഡിൽ നമ്മൾ ചിലപ്പോൾ 142, 141 അടിച്ചിട്ടുണ്ട് ഫൈന്. അത് 500 ദിർഹംസ് 600 ദിർഹംസൊക്കെ, അതായത് നാട്ടിലെ 10,000 12,000 രൂപയൊക്കെ ഒരു ഇച്ചിരി സ്പീഡ് കൂടിയാണ്. എല്ലാ സ്പീഡിനാണ് കേട്ടോ അടിച്ചേക്കുന്നത്. വേറെ മറ്റേ ഇത് തെറ്റിച്ചേനോ, റൂൾസ് തെറ്റിച്ചേനല്ല, ഓവർ സ്പീഡിനാണ് അടിച്ചേക്കുന്നത്. എന്നും മേടിച്ചോണ്ട് വരും, എന്നിട്ട് എന്നും ഫോട്ടോയും കൊണ്ട് വരും. നമ്മുടെ ഫോട്ടോ ഇന്നും പത്രത്തിൽ വന്നു. അവിടെ നിന്ന് അച്ഛൻ ഫോൺ വിളിച്ചേട്ടാ, ഞങ്ങൾ ചായ കുടിക്കാൻ. അതെ, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അന്നേരത്തേക്കിന് വണ്ടിയുടെ ലുക്ക് കണ്ടോ. ഇതാട്ടോ നമ്മുടെ വണ്ടി. നല്ലൊരു സ്പോർട്സ് കാർ ടൈപ്പാണ് പറഞ്ഞത്. കാണാൻ തന്നെ ലുക്കാട്ടോ. നമുക്ക് നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിരുന്നു. നാട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഷോ ഒക്കെ ഇറക്കായിരുന്നു. നല്ല സന്ധ്യ സമയം കേട്ടോ. എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്ന സമയമല്ലേ. അപ്പം നല്ലൊരു വ്യൂ ആണ്. ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. ഈ സ്കൂട്ടർ പോകുന്നു, ഈ സ്കൂട്ടർ. എടോ എന്നാ ചൂടാടോ ഇവിടെ. ഇന്ന് കുറവുണ്ടോ? അതെന്നെ പരിപാടി കാണിച്ചത്. മൂന്നും ഇത് കറുപ്പ് മൂന്നും ബ്ലാക്ക് ഒക്കെ ഇട്ട് ഇറങ്ങി.
വഴിയൊക്കെ പഠിച്ചു വെച്ചോ. വഴിയൊക്കെ പഠിച്ചോളാം ഞാൻ. അറിയാലോ വഴിയുടെ കാര്യത്തിൽ എനിക്ക് വഴി തെറ്റി പോകാറില്ല, നിനക്കറിയാമല്ലോ എന്നെ. എനിക്കിപ്പോഴും അറിയത്തില്ല. ആണോ? ഇപ്പൊ വന്നിട്ട് എത്ര നാളായി ഇവിടെ? 4 മാസം. 4 മാസമായിട്ടും പഠിച്ചില്ലേ വഴി? ഞാനും ചേച്ചിയോട് പോയി ഈന്തപ്പഴത്തെ കയറി ഓർക്കണ്ടടി കഴിഞ്ഞ വർഷം വന്നപ്പോ. കഴിഞ്ഞ വർഷം അല്ലല്ലോ, 2 വർഷമായി. 3 വർഷമായി. ഈന്തപ്പഴത്തെ കയറി അങ്ങനെ പറിച്ചിന്ന്. റെസിഡൻഷ്യൽ ഏരിയ. ഇഷ്ടംപോലെ ബോട്ടൊക്കെ ഉണ്ട്. ആ വണ്ടി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എന്തോ ഇത് ബസ്സോ? പക്ഷെ ഇവിടെ ഇത് നിസ്സാര പൈസ കിട്ടുകയും ചെയ്യും. പക്ഷെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയല്ലോ. നല്ല പൈസ ഉണ്ടടാ. ഇതിന്റെയൊക്കെ ഒരു വീല് മാറ്റാൻ നല്ല പൈസയാ. ടയർ മാറ്റാനും മെയിൻ്റനൻസിനൊക്കെ. നമുക്കൊരു വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര രൂപ? നല്ല പൈസ. നമുക്ക് അങ്ങനെയല്ല നോക്കിയാലോ. ആ നമുക്ക് അവിടെ കൊണ്ട് റീ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് തന്നെ ചേഞ്ച് ആക്കിയിട്ട് പോകാം. ലെഫ്റ്റ് റൈറ്റ് മാറ്റണം. ഓ അങ്ങനെ ഉണ്ടല്ലേ. കേൾക്കാൻ പറ്റത്തില്ല, ഇച്ചിരി അടുത്തോട്ട് നടന്നാ കേൾക്കാൻ. ലെഫ്റ്റും റൈറ്റും സ്റ്റിയറിംഗ് മാറണമെന്നല്ലോ പറഞ്ഞേ. എനിക്ക് വലിയ കൂടുതലായിട്ട് എനിക്ക് അറിയാം. എനിക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. ലുലുവാണല്ലോ അത്. നല്ല സ്ഥലമുണ്ട് നടക്കാൻ വേണ്ടി. കിലോമീറ്റർ നടത്തി സന്ധ്യക്ക് വെയിലത്ത്. ചൂടത്ത് പൊക്കെ കുറവാ. ഇവിടെ ഒരുപാട് ഹമ്പ് ഉള്ളതുകൊണ്ടേ വണ്ടി എടുക്കുമ്പോൾ ഇത്തിരി ഹൈറ്റുള്ള വണ്ടി എടുക്കാണ് എപ്പോഴും നല്ലത്. അളിയൻ എടുത്തോ? അളിയൻ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. അളിയൻ വില കൂടി ഒരു വലിയ വണ്ടി എടുത്തു, വലിയ വണ്ടി. പക്ഷെ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇതെല്ലാം അടച്ചായിരുന്നല്ലോ. അവിടെ വരെ വന്നോളൂ. ആ കുഞ്ഞിനെ കയ്യെ വിടാതെ കൊണ്ടുവന്ന് നോക്കി. കയ്യേലൊക്കെ പിടിച്ച് കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്നവരാണ് ഈ കിളവീനെയൊക്കെ. സുഖിയൻ, നമ്മുടെ നാട്ടിൽ മഞ്ഞ സുഖിയൻ. പക്ഷെ ഇവിടത്തെ സുഖിയനും ബോണ്ടറാണ് അല്ലേ? ഇത്ര ഉറങ്ങിയിട്ട് ക്ഷീണം കുറഞ്ഞില്ല. അതിന് അത്ര നിങ്ങൾ വൈകിട്ട് നേരത്തെ കിടക്കുന്ന ആൾക്കാരല്ല, ലൈറ്റ് ആയതുകൊണ്ട് ക്ഷീണം മാറുന്നില്ല മുഖത്തുനിന്ന്. വേർത്തല്ല കുഞ്ഞിനെ, ചൂട് ഇന്ന് തേച്ചില്ല. അല്ലെങ്കിൽ ഭയങ്കര കുക്കാ. അളിയന്റെ കൂട്ടത്തിൽ നിന്നിട്ടില്ലല്ലോ. ഞങ്ങള് വിരുന്നിന് വന്നപ്പോ നീ അങ്ങ് പോയില്ലേ, പിന്നെ നീ വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസമല്ലേ നിന്നിട്ട് അല്ലേ? മറ്റു ദിവസമുള്ളൂ. ആ അപ്പൊ അളിയന്റെ കൂട്ടത്തിൽ നിൽക്കാനും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സാധനമാണ്, അത് സമയമാണ്. എനിക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടാക്കുന്ന എല്ലാം പുറകിടുന്നുണ്ട്. അളിയൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ പറയുന്ന ഷോപ്പിന് പറഞ്ഞ പേരെന്താ? മറ്റേ മദീന പോലെ. ഇത് ലുലുവാ. നമ്മൾ ബാക്കിയോടെ കയറിയേ. ഓക്കെ, ഇതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്. പുറത്ത് തന്നെ ചൂടാ. ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ.